ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ES 2025 വന്ന പുതിയൊരു മെത്തേഡിനെ പറ്റിയാണ്. അതിന്റെ പേരാണ് പ്രോമിസ് ഡോട്ട് ട്രൈ. ഓക്കെ, അപ്പോൾ ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കുറച്ച് ഫംഗ്ഷൻസ് ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതായത് സിങ്ക്രണസ് ഫംഗ്ഷൻ, അസിങ്ക്രണസ് ഫംഗ്ഷൻ, അതേപോലെ മെയിൻ ഫംഗ്ഷൻ. ഈ മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് ഞാൻ സിങ്ക്രണസും അസിങ്ക്രണസും കോൾ ചെയ്യുന്നത്. അപ്പോൾ സിങ്ക്രണസിൽ എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഒരു പ്രോപ്പർ വാല്യൂ റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ ഒരു എറർ റിട്ടേൺ ചെയ്യും. അസിങ്ക്രണസിൽ പറഞ്ഞാൽ 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്നിൽ റിസോൾവ് ചെയ്യും, അല്ലെങ്കിൽ റിജക്ട് ചെയ്യും. അത്രയാണ് നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ളത് മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് നമ്മൾ ഈ ഒരു കോഡ് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ നമുക്കൊരു ട്രൈ ക്യാച്ച് ബ്ലോക്ക് ആവശ്യമാണ്. അപ്പോൾ ഇവിടെ ട്രൈൻ്റെ ഉള്ളിൽ ഞാൻ സിങ്ക്രണസ് ഫംഗ്ഷൻ ഫസ്റ്റ് കോൾ ചെയ്യും. സിങ്ക്രണസ് ഫംഗ്ഷൻ പ്രോപ്പർ ഒരു വാല്യൂ, അതായത് ഇവിടെ സിങ്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ റിസൾട്ടിലേക്ക് കിട്ടും. അത് അല്ല എങ്കിൽ സിങ്ക്രണസ് ഫംഗ്ഷൻ ഒരു എററാണ് ത്രോ ചെയ്യുന്നതെങ്കിൽ ഇതെന്ത് ചെയ്യും? ഈ നേരെ ഈ ക്യാച്ച് ബ്ലോക്കിലേക്ക് വന്നിട്ട് എറർ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കിട്ടും. എന്താണ് എറർ എന്ന് നമുക്ക് കിട്ടും. ഇനി അസിങ്ക്രണസിന്റെ കേസിൽ നമ്മളിവിടെ ദെൻ ആൻഡ് ക്യാച്ച് ബ്ലോക്ക് വെച്ചിട്ടാണ് അസിങ്ക്രണസ് ഫംഗ്ഷൻ ഇവിടെ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് ഈ മെയിൻ്റെ ഉള്ളിൽ. ഈ ഒരു കേസിൽ അസിങ്ക്രണസ് ഫംഗ്ഷൻ റിസോൾവ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ വാല്യൂ ദെൻ ബ്ലോക്കിൽ കിട്ടും. അല്ല, അസിങ്ക്രണസ് ഫംഗ്ഷൻ ഇപ്പം റിജക്റ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു ക്യാച്ച് ബ്ലോക്കിലാണ് ആ എറർ ക്യാച്ച് ചെയ്യാൻ പറ്റുക. അല്ലാതെ ഈ ഔട്ടർ ക്യാച്ച് ബ്ലോക്കിൽ നമുക്ക് കിട്ടില്ല. ഓക്കെ, ഇതിപ്പം ഈ മെയിൻ ഫംഗ്ഷൻ നിങ്ങൾ അസിങ്ക് അവൈറ്റ് എന്ന കീവേഡ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു അസിങ്ക് ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എറർ ഈ ഒരു ക്യാച്ച് ബ്ലോക്കിലാണ് നിങ്ങൾക്ക് കിട്ടുക. പക്ഷേ ഈ ഒരു കേസിൽ നമ്മൾ ദെന്നും ക്യാച്ചും ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു പർട്ടിക്കുലർ ഇന്നർ ക്യാച്ചിലേക്ക് നമുക്ക് എറർ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത് അസിങ്ക് ഫംഗ്ഷൻ ഇഫ് ഇറ്റ് ഈസ് റിജക്റ്റഡ്. ഓക്കെ, അപ്പം ഈ ഒരു കേസിൽ നമ്മളിവിടെ രണ്ട് ക്യാച്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഒന്ന് ഔട്ടറും ഒന്ന് ഇന്നറും. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പുതിയൊരു മെത്തേഡ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ES 2025. അതിന്റെ പേരാണ് പ്രോമിസ് ഡോട്ട് ട്രൈ. പ്രോമിസ് ഡോട്ട് ട്രൈയിൽ നമുക്ക് സിങ്ക്രണസ് ഫംഗ്ഷനും പാസ് ചെയ്യാം, അസിങ്ക്രണസ് ഫംഗ്ഷനും പാസ് ചെയ്യാം. ഇറ്റ് വിൽ ഓൾവേസ് റിട്ടേൺ എ പ്രോമിസ്. അതുകൊണ്ട് നമുക്ക് ഇതിന് ഒരു ദെന്നും ഒരു ക്യാച്ചും മതി. ഇപ്പോൾ സിങ്ക്രണസ് ഫംഗ്ഷൻ സക്സസ് ആണ് എങ്കിൽ ഈ ദെന്നിൽ നമുക്ക് വാല്യൂ കിട്ടും. ഇപ്പം അതിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ഈ ക്യാച്ചിലേക്ക് വിട്ടും. ഇപ്പോൾ അസിങ്ക്രണസ് ആണെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക എറർ ഉണ്ടെങ്കിൽ ഈ ക്യാച്ചിലേക്ക് വിട്ടും, അല്ലെങ്കിൽ അത് റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ദെന്നിലേക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോമിസ് ഡോട്ട് ട്രൈ മാത്രം ഒന്ന് റൺ ചെയ്ത് നോക്കാം, ബാക്കിയുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇത് റൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇവിടെ വാല്യൂ സിങ്ക് ചെയ്ത്, കാരണം ഞാനിവിടെ കോൾ ചെയ്ത ഫംഗ്ഷൻ സിങ്ക്രണസ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, അതേപോലെ ഈ ഒരു പ്രോമിസ് ഡോട്ട് ട്രൈ എന്ന് പറഞ്ഞ മെത്തേഡ് നോഡ് വെർഷൻ 23 ആൻഡ് എബോവ് മാത്രമേ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ നോഡ് വെർഷൻ അതിലും താഴെയാണെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യുക. അത് സ്റ്റേബിൾ അല്ല, പക്ഷേ നിങ്ങൾക്ക് ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്ക് ഇനി വരുന്നവരേക്കും ബൈ.